ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു ഇത്ര നേരം. ആരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്ന് ആദ്യം പറയാം. ഗബ്രി നോമിനേറ്റ് ചെയ്തത് റസ്മിൻ, നോറ എന്നിവരെയാണ്. ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്. ശരണ്യ നോമിനേറ്റ് ചെയ്തത് ഈ രണ്ടുപേരെ തന്നെയാണ്, അഭിഷേകുമാർ രണ്ടുപേരെയും. പിന്നെ ഋഷി നോമിനേറ്റ് ചെയ്തത് സിജോ, സായി എന്നിവരെ. ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് സായി, നോറ. അൻസിബ നോമിനേറ്റ് ചെയ്തത് അഭിഷേക് കെ, ജിൻഡോ. ജിൻഡോ പറഞ്ഞത് നന്ദന, അഭിഷേക് കെ എന്നിവരുടെ പേരുകളാണ്. സിജോ പറഞ്ഞത് സായി, നോറ. അപ്സര പറഞ്ഞത് റസ്മിൻ, അഭിഷേക് കെ. റസ്മിൻ പറഞ്ഞതും അഭിഷേക് കെ, നോറ എന്നിവരുടെ പേരുകളാണ്. അർജുൻ പറഞ്ഞത് റസ്മിൻ, നോറ. സായി പറഞ്ഞത് നോറ, റസ്മിൻ എന്നിവരുടെ പേരുകളാണ്. അഭിഷേക് കെ പറഞ്ഞത് റസ്മിൻ, ജിൻഡോ എന്നിവരുടെ പേരാണ്. നന്ദന പറഞ്ഞത് അഭിഷേക് കെ, ജിൻഡോ എന്നിവരുടെ പേരാണ്. നോറ പറഞ്ഞത് സിജോ, സായി എന്നിവരുടെ പേരുകളും. അഭിഷേക് എസ് പറഞ്ഞത് നോറ, ജിൻഡോ എന്നിവരുടെ പേരുകളും. പിന്നെ ശ്രീതു പറഞ്ഞത് റസ്മിൻ, നോറ എന്നിവരുടെ പേരുകളാണ്. റസ്മിന് 5 വോട്ടുകളാണ് ക്യാപ്റ്റൻസിക്കായിട്ട് കിട്ടിയത്. നോറയ്ക്ക് 7 വോട്ടും അഭിഷേക് ജയദീപിന് 6 വോട്ടും. ഇവര് 3 പേരുമാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. റസ്മിൻ, നോറ, ജയദീപ് എന്നിവരാണ്. അവസരം കിട്ടാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാണ് നോറയും റസ്മിനെയും ഒക്കെ ക്യാപ്റ്റൻസിയിലേക്ക് തെരഞ്ഞെടുത്തത്. പിന്നെ ഇതൊരു ലൂപ്പാണ്. ഒരാൾ പറയുന്നത് വേറൊരാളുടെ നോമിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ജയിലും ക്യാപ്റ്റൻസിയും ഇതൊക്കെ കൺഫെഷൻ റൂമിലാക്കേണ്ട ടൈം കഴിഞ്ഞു. അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലിയർ ലീഡ് വരുന്നത് ഒരാൾക്കായിട്ട്. ഇപ്പം ജിൻഡോയെ വല്ലതായിരുന്നെങ്കിൽ മിക്കവാറുള്ള എല്ലാവരും പറഞ്ഞു. ഓൾറെഡി 4 പേര് പറഞ്ഞു. ജിൻഡോയെ, സായി 4 പേരാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ പവർ റൂമിലുള്ളവരെയും നോമിനേഷനിൽ ഇടണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ക്യാപ്റ്റനെയും ഇടണം. കാരണം പവർ റൂം ഒരു സേഫ് ഗെയിമേഴ്സിന്റെ ഒളിത്താവളമായിരിക്കുകയാണ്. അത് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള കോണ്ടന്റ് ഉണ്ട്. അത് വേറെ വീഡിയോയിൽ നമുക്ക് പറയാം. എന്തായാലും ക്യാപ്റ്റൻസി നോമിനേറ്റഡ് ആയിട്ടുള്ളത് റസ്മിൻ, നോറ, ജയദീപ്. എന്ത് ചെയ്തിട്ടാണോ എന്തോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.